നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ബിസിനസ് തുടങ്ങണം. പക്ഷേ എൻ്റെ കുടുംബത്തിൽ കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങാത്തത്. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിൽ സീനിയർ മോസ്റ്റ് പൊസിഷനിലേക്ക് എത്താത്തത് എൻ്റെ കഴിവുകേട് കൊണ്ടൊന്നുമല്ല. എനിക്ക് നേരത്തെ കിട്ടേണ്ട സമയത്ത് കൃത്യമായ വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാണ്. എന്നിങ്ങനെ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന എന്ത് പ്രശ്നത്തിനും ബാക്കോട്ട് ചാഞ്ഞ് ആ പഴയ എക്സ്പീരിയൻസിൽ നിന്നും ഒരു കാരണം കണ്ടെത്തുന്നുണ്ടെങ്കിൽ പഴയ എക്സ്പീരിയൻസസ് നമ്മുടെ സക്സസിനെയോ ഫെയിലിയറിനെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇച്ചിരോ കിഷുമി ഫ്യുമിറ്റെക്കെ കൊഗ, കറക്റ്റാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഈ രണ്ട് ഓത്തേഴ്സാണ് ജപ്പാനീസ്. ശരിക്കും നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മുടെ പഴയ ബിലീവ്സും പഴയ ബിലീഫ് സിസ്റ്റംസും പഴയ ബാഗേജസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ആയി വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പഴയ എക്സ്പീരിയൻസസ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഞാൻ അല്ലെങ്കിൽ എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പുസ്തകം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറയുന്നത് ഒരു അഡ്ലേറിയൻ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ഫിലോസഫീനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസസ് ഡസ് നോട്ട് ഡിഫൈൻ യുവർ സക്സസ് ഓർ ഫെയിലിയർ. എക്സ്പീരിയൻസസ് ആർ ജസ്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ പാരൻസ് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോകാൻ, അൺഫോർച്ചുനേറ്റ്ലി നഷ്ടപ്പെട്ടു പോകാന്നിരിക്കട്ടെ. ഈ കുട്ടിയെ മറ്റുള്ള ബന്ധുക്കളും എല്ലാവരും തന്നെ വളരെ പാവം ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ച് ഒരു എക്സ്ട്രാ അറ്റൻഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു എക്സ്ട്രാ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെ ഈ കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ അറ്റൻഷൻ ലോസ് ആയി പോവുമോ എന്ന് വിചാരിച്ച് ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ വേറൊരു കുട്ടി ഈ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാതെ എനിക്ക് ഓക്കെ പാരൻസിനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു, ഞാൻ തന്നെ ഇതിനെ ഫൈറ്റ് ചെയ്ത് എനിക്ക് മുന്നോട്ട് വരണം എന്നും ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ഒരേ എക്സ്പീരിയൻസ് ഉള്ള രണ്ടാളുകൾ രണ്ട് രീതിയിൽ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഫോർ എക്സാമ്പിൾ, ചെറുപ്പത്തിൽ വിദ്യാഭ്യാസം കിട്ടാനായിട്ട് സ്കോപ്പ് ഇല്ലാതിരുന്ന ഒരു ഫാമിലിയിലെ ഒരാൾക്ക് എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ആണ് അവരുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നെങ്കിൽ, ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റാത്ത എല്ലാവരും ഒരേ രീതിയിൽ തന്നെയല്ലേ ആവേണ്ടത്? അങ്ങനെ അല്ലല്ലോ. ചെറുപ്പത്തിൽ പഠിത്തം നടക്കാതിരുന്ന എത്രയോ ആളുകൾ പിന്നീട് വലുതാകുമ്പം കോഴ്സുകൾക്ക് ചേരുകയും അത് കഴിഞ്ഞ് അതിൽ നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ്. ആ ഒരു കാരണം പറഞ്ഞ് അതിനെ ചാരി അല്ലെങ്കിൽ എൻ്റെ കുറ്റമല്ല, ആ എക്സ്പീരിയൻസിൻ്റെ കുറ്റമാണ് ഞാൻ ഇന്നിങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നതിന് മുമ്പ് അത് ജസ്റ്റ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു വഴിയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു ടേക്ക് അവേ. രണ്ടാമത്തെ ഒരു കാര്യം, ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ആക്ഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടി എന്തോ കുരുത്തക്കേട് കളിക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ നല്ല രീതിയിൽ കുട്ടിയോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അമ്മയുടെ പഴയ ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ വരുന്നു. അപ്പോൾ ഫോൺ എടുത്തിട്ട് അമ്മ വർത്താനം പറയുന്നത് ഭയങ്കര കാം ആൻഡ് സ്വീറ്റ് വേയിലാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ കുട്ടിയോട് വീണ്ടും പഴയ അതേ ടോണിൽ സംസാരിക്കുന്നു. ഇമോഷൻസ് നമുക്ക് റിയൽ ആണെങ്കിൽ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ, ഈ ഫ്രണ്ട് വിളിച്ചപ്പോഴും അമ്മ അതേപോലെ തന്നെ സംസാരിക്കണ്ടേ? അപ്പം നമ്മുടെ ബോഡിയിൽ ആ ഒരു ആക്ഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ് അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്, ആ ഒരു ഇമോഷൻ ആ ഒരു ആക്ഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ടേക്ക് അവേ. മൂന്നാമത് പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം, പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന കാര്യം സൊസൈറ്റി 100% ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളൊരു മിനിമം 1% എങ്കിലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നെഗറ്റീവ് അഭിപ്രായം പറയാൻ ആൾക്കാരുണ്ടാവും. അത് ഫേസ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ, അത് പേഴ്സണലി എടുക്കാതെ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഒരു അപ്രീസിയേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പീപ്പിൾ പ്ലീസർ ആവാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരിക്കലും 100% ആക്സെപ്റ്റൻസ് നമ്മുടെ സൊസൈറ്റി നമുക്ക് തരില്ല. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഒരു കറേജ് നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മുടെ സക്സസ്സിലെ ഒരു ഏറ്റവും വലിയ കാര്യമാണ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ പറയുന്നത്, ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്.
ഇതുപോലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. സോക്രട്ടീസിൻ്റെ ബുക്സ് നമുക്കറിയാം. ആ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് പിന്നെ അടുത്ത ആളോട് ക്വസ്റ്റ്യൻ ചോദിച്ച് വീണ്ടും ആൻസർ കണ്ടുപിടിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലിലാണല്ലോ. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം, ആ ഉത്തരത്തിൽ നമുക്ക് പിന്നെയും ചോദ്യം വരും. അപ്പോൾ ആ ചോദ്യം വീണ്ടും അതിൽ തന്നെ ചോദ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം, അത് കഴിഞ്ഞ് അത് വായിക്കുമ്പോൾ നമുക്ക് പിന്നെയും ഡൗട്ട്സ് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഡൗട്ട്സും തീർത്ത് തരുന്ന ഒരു ബുക്കാണ് ദ കറേജ് ടു ബി ഡിസ്ലൈക്ഡ്. അപ്പോൾ എന്തായാലും പുസ്തകം വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ബുക്സിൻ്റെ സജഷൻസൊക്കെ എനിക്ക് നേരത്തെ വീഡിയോയിൽ കുറച്ച് പേര് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ പുസ്തകത്തിൻ്റെ അന്വേഷണത്തിലാണ്. 1-2 എണ്ണം കിൻഡിൽ വായിച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂസ് വഴിയേ ഇടുന്നതാണ്. അതുപോലെ പുതിയ സെൽഫ് ഹെൽപ്പ് ബുക്സും അതുപോലെ ബ്രെയിൻ സയൻസും ന്യൂറോ സയൻസോ ന്യൂറോളജിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ബുക്സിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. വായിച്ചിട്ട് ഇതുപോലെ റിവ്യൂസ് പറയാം. ഈ റിവ്യൂ എന്ന് പറയുന്നത് പുസ്തകം വായിക്കാതിരിക്കാനല്ല, പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് റിവ്യൂ ചെയ്യുന്നത്. എന്തായാലും കട്ടൻ ടോക്സ് ഫോളോ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിൽ വെറുതെ കേട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. കേൾക്കുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു നിങ്ങളുടെ ജീവിതത്തിന് ആ ഒരു സിറ്റുവേഷന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻസ് എടുക്കുക. ലൈഫ് ഈസി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഫോളോ, സബ്സ്ക്രൈബ് കട്ടൻ ടോക്സ്.